സാധാരണ ഒരു സ്കൂൾ അധ്യാപിക കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളൂ. പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങളെ അംഗനവാടിയിലേക്ക് അയക്കരുതേ എന്ന് രക്ഷിതാക്കളുടെ അപേക്ഷിക്കുകയാണ് ഒരു ടീച്ചർ. പാലക്കാട് ചാലിശ്ശേരിയിലെ അംഗനവാടി കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും അധ്യാപിക രമാദേവിയുടെ ശബ്ദ സന്ദേശം. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക. കാരണം 2 തൂണും ചെരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. പിന്നെ ആരും കുട്ടികളെ പറഞ്ഞയക്കണില്ല എന്നാ പറയുന്നത്. കാരണം അതുകൊണ്ട് മറിഞ്ഞ റോഡ് വീണാലും പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കും കൂടെ പോവാനുള്ളൊരു ബുദ്ധിയൊന്നുള്ള കുട്ടികളല്ലല്ലോ. 2 മുതൽ 4 വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്നതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുകയാണ്. കാരണം അത്രയും അപകടാവസ്ഥയാണ് അത്. PS ഗോകുലുണ്ട്. ഗോകുൽ, ആ ശബ്ദ സന്ദേശത്തിന്റെ അവസാനം അവരുടെ ശബ്ദം ഇടറുന്നുണ്ട്. അത് പറയുമ്പോൾ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് പോലെ കുട്ടികളുടെ ജീവൻ അതിൽ വലുതായിട്ട് ഒന്നുമില്ല. അപ്പം ഒരു നടപടിയും ഇങ്ങനെയൊക്കെ ആയിട്ടും എന്താണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും വരാത്തത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറെ നാളായി ഈ ഒരു സ്ഥിതി തുടരുന്നു. ഈ അംഗനവാടിയുടെ സമീപത്ത് ഒരു കെട്ടിടമുണ്ട്. ഇത് പൊളിച്ചു നീക്കാൻ തീരുമാനമായതാണ്. പകുതി പൊളിഞ്ഞു വീണ ഒരു കെട്ടിടം കൂടിയാണ്. അപ്പോൾ ഈ സമീപത്തോടു കൂടി കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആ കെട്ടിടം പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ കുട്ടികൾക്ക് അപകടം പറ്റുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അധ്യാപിക ഭയന്നിട്ടാണ് കുട്ടികളോട് അംഗനവാടിയിലേക്ക് വരണ്ട എന്നുള്ള കാര്യം പറയുന്നത്. കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും അധികൃതർക്ക് യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട്, പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ തന്നെ പറയുന്നുണ്ട്. അവർ അംഗനവാടി കുട്ടികളും രക്ഷിതാക്കളുമുള്ള ഗ്രൂപ്പിൽ അവർ ശബ്ദ സന്ദേശമാണ് പിന്നീട് പുറത്തേക്ക് പ്രചരിച്ചതും ഈ ഒരു വിഷയം പുറത്തറിയാൻ ഇടയായതും. എന്തായാലും വളരെ ഒരു മോശം അവസ്ഥ എന്ന് തന്നെ പറയുക. സാധാരണ അധ്യാപകർ കുട്ടികളെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് വരണം എന്നുള്ളതാണ് പറയുക. പക്ഷെ ഇത് വരാൻ കഴിയാത്ത സ്ഥിതിയിൽ അവരുടെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം, അവരുടെ ശബ്ദം അവസാനമാകുമ്പോൾ ഇടറുന്നുണ്ട്. അത്ര വിഷമത്തോടു കൂടിയാണ് അവർ പറയുന്നത്. കാരണം വരുന്നത് അപകടമാണ്. സ്വാഭാവികമായി മഴയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കെട്ടിടങ്ങളൊക്കെ പകുതി പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. അധ്യാപികയുടെ ഈ ഉള്ള ഒരു ശബ്ദ സന്ദേശം ഇത്രയധികം ചർച്ചയായതിന് പിന്നാലെയെങ്കിലും ഒരു നടപടി ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ഗോകുൽ.